നമ്മള് ഇന്നലത്തെ ക്ലാസ്സില് ഏതാ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞായിരുന്നു. അതായത് ഏതാ പല ബെയറാക്ട് ഇൻഡെക്സ് കഴിഞ്ഞു, ബെയറാക്ട് സെക്ഷൻ ടെക്സ്റ്റ് ഏരിയ കഴിഞ്ഞു, കണ്ടീഷൻസ് കഴിഞ്ഞു. അപ്പം ബെയറാക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാവുന്ന 3 ഏരിയാസ് കവർ ചെയ്ത് കഴിഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ ഇനിയിപ്പോ അടുത്ത നമ്മൾ ഇലുസ്ട്രേഷൻസ് എങ്ങനെയാണ്, അതാണ് ഇലുസ്ട്രേഷൻസും കൂടെ ബെയറാക്റ്റിൽ നിന്ന് കിട്ടാനുള്ളൂ. ബാക്കിയുള്ളത് എങ്ങനെയാ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു സാധനമാണ്. അപ്പൊ അതിനും വേണ്ടിയും പ്രിപ്പയർ ചെയ്യണം. ബെയറാക്ട് വെച്ച് മാത്രം നമുക്ക് ആൻസേഴ്സ് കിട്ടും എങ്കിൽ പോലും ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ പോയിന്റ്സ് ആണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പാസ് ആവാൻ പറ്റും. അപ്പൊ നമുക്ക് ഇലുസ്ട്രേഷൻസിലേക്ക് പോകാം. ഇലുസ്ട്രേഷൻ എങ്ങനെയാണ്, ഇലുസ്ട്രേഷനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇലുസ്ട്രേഷൻ റിലേറ്റഡ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം. അപ്പൊ നമ്മള് ബെയറാക്ട് വായിച്ചിട്ടുള്ള ആൾക്കാരാണ്, പഠിക്കാന്നല്ല വായിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ എന്താണ് ഇപ്പൊ IPC ആണെങ്കിലും ശരി, അതായത് ഭാരതീയ ന്യായ സംഹിത ആണെങ്കിലും ശരിയൊക്കെ ഓരോ ഒഫൻസിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇലുസ്ട്രേഷൻസ് കാണും. അപ്പൊ ആ ഇലുസ്ട്രേഷൻസിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. ഇത് EIB 17 നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇലുസ്ട്രേഷൻ തന്നിട്ടുണ്ടാവും, അതിൽ നിന്നും ഈ ഇലുസ്ട്രേഷൻ ഏത് ഒഫൻസിനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോണത് ബെയറാക്റ്റിന്റെ ഇൻഡെക്സ് ആണ്. ഇവിടെ നമുക്ക് സെക്ഷൻ ഒന്നും തന്നിട്ടില്ല, പക്ഷെ എന്ത് ഒഫൻസ് ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് അറിയേണ്ട കാര്യം ഏത് ബെയറാക്ട് എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇലുസ്ട്രേഷൻ എന്താ പറയുന്നത്? A places men with firearms at the outlets of a building and tells Z that they will fire at Z, and if Z attempts leave the building, A is guilty of. അപ്പൊ ഇത് കേൾക്കുമ്പോ ഇത് ഏത് ബെയറാക്ട് എടുക്കും, ഇത് ഏത് ബെയറാക്റ്റിലെയാണ് എന്നുള്ളതായിരിക്കും സംശയം. ഏത് ബെയറാക്ട് എടുക്കണോന്ന് അറിയണ്ടേ? ഓക്കെ, അപ്പൊ ഇവിടെ ഗിൽട്ടി ഓഫ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് പറയുന്നു. ഇനി അതും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസിലേക്ക് നോക്കണം. റോങ്ഫുൾ കൺഫൈൻമെന്റ് ആണോ, റോങ്ഫുൾ റെസ്ട്രെയിന്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ റോങ്ഫുൾ കൺഫൈൻമെന്റും റോങ്ഫുൾ റെസ്ട്രെയിനും ഒക്കെ നമ്മൾ ടോട്ടിലും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് ചോർട്ടിലെ ആണോ IPCയിലെ ആണോ? എന്തായാലും ഇലുസ്ട്രേഷനിൽ A is guilty of എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണ്? ഒരു കുറ്റമാണ്, ഒഫൻസ് എന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒഫൻസസിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? ഈ റോങ്ഫുൾ കൺഫൈൻമെന്റ് റോങ്ഫുൾ റെസ്ട്രെയിനെ കുറിച്ച് പറയുന്ന റോങ്ഫുൾ കൺഫൈൻമെന്റ് ആൻഡ് റോങ്ഫുൾ റെസ്ട്രെയിൻ എന്ന് പറയുന്ന ഒഫൻസിനെ കുറിച്ച് പറയുന്നത് ഏത് ബെയറാക്റ്റിലായിരിക്കും? ഇന്ത്യൻ പീനൽ കോഡോ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയോ എല്ലായിരിക്കും കിടക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒഫൻസുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IPCയോ ഭാരതീയ ന്യായ സംഹിത എടുക്കുക. ഇപ്പം ഭാരതീയ ന്യായ സംഹിത എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒഫൻസുകൾ നിങ്ങൾ ജസ്റ്റ് കണ്ടന്റ് പേജ് മാത്രം എടുത്തിട്ട് ഒഫൻസുകളിൽ കൂടെ ഒന്ന് കണ്ണോടിച്ചു പോകണം. എന്തൊക്കെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ഇപ്പൊ വോയറിസം, സ്റ്റോക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ അതൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ IT ആക്ട് ആണോ അതോ ഇതാണോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ വരാം. അപ്പൊ വോയറിസം, സ്റ്റോക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ വരുന്നുണ്ട്? VNS വരുന്നുണ്ടോ? അപ്പൊ എല്ലാ ബെയറാക്ട്സിന്റെയും കണ്ടന്റ് പോർഷൻ നിങ്ങൾ മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. ആദ്യം മുതൽ ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് ഇതിനകത്തുള്ള, അതായത് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റ് പോർഷൻ ഒരു 2 പ്രാവശ്യം വായിച്ചിരിക്കണം. BSA ഭാരതീയ സാക്ഷ്യ അധിനിയമാണെങ്കിൽ അതിന്റെ കണ്ടന്റ് പോർഷൻ വായിച്ചിരിക്കണം എന്ന നിർബന്ധമാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ആക്ടിലാണ്, ബെയറാക്റ്റിലാണ് കിടക്കുന്നതെന്നൊന്ന് നമ്മള് നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഇത് ഭാരതീയ ന്യായ സംഹിതയിൽ അല്ലെങ്കിൽ IPCയിൽ ഇതിനെ കുറിച്ച് ഉണ്ട് എന്ന് അറിയണം. ആ അറിവ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ സാധനം അവിടെ ഉണ്ടെന്നുള്ളത് ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ള ആൾക്കേ അറിയാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ അറിയാം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? IPCയുടെയോ ഭാരതീയ ന്യായ സംഹിതയുടെയോ ബെയറാക്ട് എടുക്കണം. ബെയറാക്ട് എടുക്കുന്നു. ബെയറാക്ട് എടുത്ത് കണ്ടന്റ് എടുത്ത് വരുമ്പം ഈ റോങ് ഇങ്ങനെ കിടക്കല്ലേ അല്ലേ? ഇതിൽ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക, റോങ്ഫുൾ കൺഫൈൻമെന്റ് ആൻഡ് റോങ്ഫുൾ റെസ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് റിലേറ്റ്സ് ടു ഒഫൻസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി.
അപ്പൊ ഇപ്പൊ തെഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസസ് ആണ്. അപ്പൊ ഇത് ഹ്യൂമൻ ബോഡീനെ റിലേറ്റ് ചെയ്യുന്ന ഒഫൻസ് ആണ് അല്ലെ, കൺഫൈൻ ചെയ്യുക അല്ലെങ്കിൽ റെസ്ട്രെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഹ്യൂമൻ ബോഡി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണെന്ന് നോക്കണം. അതിൽ തന്നെ ഓഫ് ഒഫൻസസ് നമ്മൾ ഡയറക്റ്റ് എടുത്ത് നിങ്ങൾ മറിച്ച് നോക്കുമ്പോൾ ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി വരും. അതിൽ തന്നെ പല ഒഫൻസസ് ഉണ്ട്, കൾപ്പബിൾ ഹോമിസൈഡ്, മർഡർ അങ്ങനെ കിടക്കുകയാണ് അല്ലെ. അതിൽ തന്നെ നമ്മൾ പേജ് പിന്നെ പറഞ്ഞു നോക്കുമ്പോൾ ഓഫ് ഹർട്ട് കിടപ്പുണ്ട്. ഹർട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയുന്നത്. അതിൽ ഹർട്ടിന്റെ ആ ഏരിയ കഴിയുമ്പോൾ ഓഫ് റോങ്ഫുൾ റെസ്ട്രെയിൻ ആൻഡ് റോങ്ഫുൾ കൺഫൈൻമെന്റ്. അപ്പം സെക്ഷൻ 126 ഇൻ ഭാരതീയ ന്യായ സംഹിത ആൻഡ് 127 ഇൻ ഭാരതീയ ന്യായ സംഹിതയാണ്. പേജ് നമ്പർ കറസ്പോണ്ടിങ് എടുക്കുക. 82, 83 ആണെന്ന് മനസ്സിലാക്കുന്നു. നേരെ പേജ് നമ്പർ 82 പോകുന്നു. 82ലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ റോങ്ഫുൾ റെസ്ട്രെയിൻ ആണ്. നിങ്ങൾ റോങ്ഫുൾ റെസ്ട്രെയിൻ എന്താണെന്നൊന്നും വായിക്കാൻ നോക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇലുസ്ട്രേഷൻ ആണ്. അവിടെ ഇലുസ്ട്രേഷൻ കിടക്കുന്നുണ്ടോ? ഏറ്റവും താഴെ ഇലുസ്ട്രേഷൻ കിടപ്പുണ്ട്. എ ഒബ്സ്ട്രക്ട് പാത്ത് അലോങ് വിച്ച് ഇസെഡ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ തന്നെ വിട്ടേക്കണം. ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി, അപ്പൊ തന്നെ വിട്ടേക്കണം. നേരെ റോങ്ഫുൾ കൺഫൈൻമെന്റ് നോക്കണം. റോങ്ഫുൾ കൺഫൈൻമെന്റ് നോക്കിയപ്പോ ആദ്യത്തെ ഇലുസ്ട്രേഷൻ നോക്കി, എ കോസസ് ഇസെഡ് ടു ഗോ വിത്ത് a wall space. അതല്ല, ഇനി A places men with firearms. കണ്ട നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ലേ. ഇലുസ്ട്രേഷൻ എന്താ വന്നിരിക്കുന്നത്? A places men with firearms at the outlets of building. ജസ്റ്റ് ഓടിച്ച് വായിക്കുക. And tells Z that they will fire at Z. സെയിം ആണ് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് അല്ലെ. നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് സെയിം ആണ്. അപ്പൊ അത് എവിടെയാണ് വന്നത്? ഏത് ഒഫൻസിന്റെ ഇതിലാണ് ആ ഇലുസ്ട്രേഷൻ വന്നത്? റോങ്ഫുൾ കൺഫൈൻമെന്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് റോങ്ഫുൾ കൺഫൈൻമെന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഇലുസ്ട്രേഷൻസ് ചോദ്യം വരും. അപ്പൊ ഇലുസ്ട്രേഷൻസ് വരുമ്പോ അത് ഏതിലാണ് എന്ന് അറിയണം. ഇങ്ങനത്തെ ഇലുസ്ട്രേഷൻ വരുമ്പോ ഏതിലാണെന്ന് അറിയണം. ഇനി ചില ഇലുസ്ട്രേഷൻസിൽ അവർ ഏത് ആക്ട് ആണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ ദിസ് വൺ, A is accused of murder of B by beating him. അതായത് A B യെ എന്ത് ചെയ്തു? അടിച്ചു കൊന്നു എന്നുള്ളതാണ് അയാൾക്കെതിരെയുള്ള ആരോപണം. Which of the following will not, ക്വസ്റ്റ്യനിൽ നോട്ട് എന്താ ക്യാപ്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ പെടാത്തത് ഏതാന്ന് പറയുന്നത്. Which of the following will not be considered as a relevant fact forming part of the same transaction. ഈ relevant fact forming part of the same transaction-ഉമായിട്ട് ബന്ധപ്പെട്ടൊരു പേര് നമ്മൾ പറയും. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ഗസ്റ്റ് എന്നൊക്കെ ഉള്ളത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് സെക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണെന്ന് മനസ്സിലായി അല്ല. അപ്പൊ ഭാരതീയ സാക്ഷി അധിനിയമോ ഇന്ത്യൻ എവിഡൻസ് ആക്ടോ എടുക്കുക. ഈ വെയിറ്റുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് എടുത്തിട്ട് ഈ റെലവന്റ് ഫാക്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയണം. അത് എവിഡൻസ് ആക്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അതില് വാട്ട് എവർ ഇലുസ്ട്രേഷൻ തന്നെയാണ്. ഇലുസ്ട്രേഷൻസിൽ പോയിന്റ്സ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. വാട്ട് എവർ സെഡ് ബൈ എ ഓർ ബി അറ്റ് ദ ടൈം ഓഫ് ബീറ്റിംഗ്. അതായത് ഇത്രയേ ഉള്ളൂ. എ ബിയെ അടിച്ചു കൊന്നു. ആ കൊല്ലുന്ന സമയത്ത് താഴെ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങളാണ് റെലവന്റ് എന്നാണ് ചോദ്യം. അതായത് എ ബിയെ കൊല്ലുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, എ ബിയെ അടിക്കണ സമയത്ത്, കൊല്ലുന്ന സമയത്ത് എന്നല്ല, അടിക്കണ സമയത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി എ ബിയെ അടിക്കുന്ന സമയത്ത് ബൈസ്റ്റാൻഡേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി എയും ബിയോ ഈ അടി നടക്കുന്നതിന് ഒരു ദിവസം മുന്നേ പറഞ്ഞ കാര്യങ്ങൾ. ഇതിൽ ഏതായിരിക്കും റെലവന്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇത് ആക്ച്വലി എവിടെ ഉള്ളതാണ്? ഇലുസ്ട്രേഷൻസിൽ ഉള്ളതാണ്. അത് ഇലുസ്ട്രേഷനിൽ ഉള്ളതാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. കാരണം ഇങ്ങനെ തന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലുസ്ട്രേഷൻ ആണ് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മളപ്പോ എന്ത് ചെയ്യണം? ഇന്ത്യൻ എവിഡൻസ് ആക്ട് എടുക്കണം. ഈ റെലവന്റ് ഫാക്ട് ഫോമിംഗ്, ഈ ഒരു ഏരിയ റെലവന്റ് ഫാക്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരിക്കണമെങ്കിൽ എവിടെയാണ് എന്ന് നോക്കണം അല്ലെ. നേരെ ഞാൻ ഭാരതീയ സാക്ഷി അധിനിയമമാണ് എടുത്തിരിക്കുന്നത്. ഭാരതീയ സാക്ഷി അധിനിയമത്തിൽ നിങ്ങൾ നോക്കൂ, ആദ്യം ഷോർട്ട് ടൈറ്റിൽ, ഡെഫിനിഷൻ, എവിഡൻസ്, റെലവൻസി ഓഫ് ഫാക്ട്സ് ഫോമിംഗ് പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ. കണ്ട, അതായത് 4 ഓക്കെ, 4ലാണ് വന്നിരിക്കുന്നത്. റെലവൻസി ഓഫ് ഫാക്ട്സ് ഫോമിംഗ് പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ. സെക്ഷൻ 4 ആണ്. അതുപോലെ തന്നെ പേജ് നമ്പർ 4ലാണ്. നമ്മൾ എങ്ങോട്ട് ഓടണം? പേജ് നമ്പർ 4ലോട്ട് പോണം. സെക്ഷൻ 4 കിടക്കുന്നു അല്ലെ. എവിടെ? റെലവൻസി ഓഫ് ഫാക്ട്സ് ഫോമിംഗ് പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ. ഇലുസ്ട്രേഷൻ ആണ് വേണ്ടത്. അതിന്റെ ഇലുസ്ട്രേഷൻ തന്നെയാണ്. നോക്കൂ, എ ഈസ് അക്യൂസ്ഡ് ഓഫ് മർഡർ ഓഫ് ബി ബൈ beating him. What
whatever was said. അപ്പൊ ഫസ്റ്റ് ഇത് വന്നില്ലേ, ഏതാ നോക്ക്, whatever said by A or B at the time of beating, അത് ആ ഇലുസ്ട്രേഷനിൽ വന്നു. അപ്പൊ അതല്ല ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് whatever was said or done. സെക്കൻഡ് ഓപ്ഷൻ അതാണ്, whatever was done by A or B or the bystanders at the beating. അടിക്കുന്ന സമയത്ത് ബൈസ്റ്റാൻഡേഴ്സ് പറയുന്നത് or so shortly before or after, അതായത് ആ അടി നടക്കുന്നതിന് തൊട്ട് മുമ്പ്, so shortly before അല്ലെങ്കിൽ so shortly after, അടി കഴിഞ്ഞ് കുറച്ച് സമയം, so shortly, വളരെ ഒരു ചെറിയ ടൈം സ്പാനിൽ പറയുന്ന കാര്യങ്ങൾ, it has to form part of transaction is a relevant fact. അപ്പം ഇതിൽ ഏതായിരിക്കും നമ്മുടെ ഉത്തരം വരേണ്ടത്? ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം ഓപ്ഷൻ എ whatever said by A or B at the time of beating, അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോട്ടാണ് വേണ്ടത് കേട്ടോ. whatever done by A or B at the time of beating അതും അതിനകത്തുണ്ട്, ബൈസ്റ്റാൻഡേഴ്സ് പറഞ്ഞതും അതിനകത്തുണ്ട്. whatever said by A or B a day before day of beating, അങ്ങനെ ഒരു സാധനം ആ ഇലുസ്ട്രേഷനിൽ പറഞ്ഞിട്ടില്ല. ഇലുസ്ട്രേഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളൂ? so shortly before or so shortly after beating എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് ഓപ്ഷൻ ആണ് ഇതിൽ തെറ്റ്? ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ അത്രയും കൃത്യമായി വായിക്കണം. കൃത്യമായി വായിച്ചാൽ മാത്രമേ ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റൂ. ഓക്കെ, 18 അത്രയും ഡിഫിക്കൽട്ട് ആവാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള, അതായത് നന്നായിട്ട് മൈൻഡ് അപ്ലൈ ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇപ്രാവശ്യവും നമുക്ക് അങ്ങനത്തെ വരാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഈസി ആവാനും സാധ്യതയുണ്ട്. എങ്ങനെ വന്നാലും നമുക്ക് എന്ത് ചെയ്യണം? പരീക്ഷ പാസ്സായേ പറ്റുള്ളൂ. അപ്പൊ ഇത് ഒരു മോഡലാണ് ഇലുസ്ട്രേഷൻസ്. അപ്പം എങ്ങനെ വന്നാലും നമുക്ക് ബെയറാക്ട് നോക്കി എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്ക് എല്ലാ സബ്ജക്ട്സിനെ കുറിച്ചും, മോസ്റ്റ് പ്രോബബ്ലി ഫാമിലി ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സുകളിലൊക്കെ തിയറി പോർഷൻസ് ഉണ്ടാവുമല്ലോ, ആ ഏരിയാസിൽ നിന്ന് മാത്രം വരുന്ന നോളജ് നമുക്ക് അതിനകത്ത് കൃത്യമായ അറിവുണ്ടായിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അറബിക് ടേംസ്, ഇപ്പൊ തലാഖുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ടൈപ്പ് ഓഫ് തലാഖിനെയാണ്, അതായത് ഇപ്പൊ നമ്മൾ ട്രിപ്പിൾ തലാഖ് അറബിക് വേർഡ്, അതിന് യൂസ് ചെയ്യുന്ന അറബിക് വേർഡ് ഏതാണ്, തലാഖ് ഹസനാണോ, തലാഖ് ഹസനാണോ, തലാഖുൽ ബിദത്താണോ, ഏതാണ് എന്നുള്ളത് ചോദിക്കാം. അപ്പൊ അങ്ങനെ വരുന്നത്. അപ്പൊ ഇതിലിപ്പോ ഈ 18 ചോദിച്ചത് ബാറ്റിൽ എന്ന് പറയുന്നത് മുസ്ലിം ലോയിൽ ഏത് മാരേജിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ മുസ്ലിം ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള വരുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന അറബിക് ടേംസ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതില് ഷഹി മാരേജ് എന്ന് പറഞ്ഞാൽ വാലിഡ് മാരേജ് ആണ്. അപ്പൊ ഇതില് വോയിഡ് മാരേജിനെയാണ് നമ്മൾ ബാറ്റിൽ എന്ന് പറയുന്നത്. ഇനി വോയിഡബിൾ മാരേജ് ആണെങ്കിൽ, ഇറഗുലർ മാരേജ് ആണെങ്കിൽ എന്ത് പറയും എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഫാമിലി ലോ ഏരിയയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ഇതെന്ന് പറയുന്നത് ഈ ടേംസ് നിന്ന് ചോദ്യം വരാം. 18 ചോദ്യമാണ്. ഇനി അടുത്തത് നമ്മൾ ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. 2018 CPC-യിൽ പറഞ്ഞിട്ടില്ലാത്ത ADR മെക്കാനിസം ഏതാണെന്നുള്ളത്. കാരണം നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് പറയുന്നുണ്ട്. അതിൽ തന്നെ CPC-യിൽ മെൻഷൻ ചെയ്യാത്തത് നമ്മൾ നെഗോസിയേഷൻ ആണ്. ആർബിട്രേഷനും കൺസിലിയേഷനും ലോക അദാലത്തിനെയും കുറിച്ച് പറയുന്നുണ്ട്, നെഗോസിയേഷനെ കുറിച്ച് പറയുന്നില്ല. മിക്ക ആൾക്കാരും അത് ലോക അദാലത്ത് എന്നൊക്കെ എഴുതിയവരാണ് കൂടുതൽ പേരും. ആക്ച്വലി അതിനെ കുറിച്ചൊക്കെ CPC പറയുന്നുണ്ട്, നെഗോസിയേഷനെ കുറിച്ച് പറയുന്നില്ല CPC-യിൽ. ഓക്കെ, ഇനി അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നും. എ ഹിന്ദു ബോയ് ആൻഡ് എ ഹിന്ദു ഗേൾ ക്യാൻ മാരി അണ്ടർ, ആൻസർ ഏതാണ്? സിമ്പിൾ ആണ്, ഹിന്ദു മാരേജ് ആക്ട്. പക്ഷെ തെറ്റാണ്. ഞാനിത് പലയിടത്ത് ക്ലാസ് എടുത്തപ്പോൾ എല്ലാവരും ആദ്യം ഹിന്ദു മാരേജ് ആക്ട്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പക്ഷെ അവിടെ വേറൊരു ബി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെ കിടപ്പുണ്ട്, സ്പെഷ്യൽ മാരേജ് ആക്ട്. ഒരു ഹിന്ദു ബോയ്ക്കും ഹിന്ദു ഗേളിനും ഹിന്ദു മാരേജ് ആക്ട് പ്രകാരവും കല്യാണം കഴിക്കാം, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരവും കല്യാണം കഴിക്കാം. സോ ദ ആൻസർ ഇസ് ബോത്ത് A and B are correct. അപ്പൊ അത് ഈസി ആണെന്ന് തോന്നും, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചിട്ട് വേണം ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അത് നമുക്ക് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഏരിയാസ് ആണ്. അതിലപ്പോൾ ഒത്തിരി കേസുകളുണ്ട്. അതിലിപ്പോ ഫസ്റ്റ് റിപ്പോർട്ടഡ് കേസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഹുസൈനാറ കാർട്ടൂൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്നുള്ളതാണ്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇന്ത്യയിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ബെയറാക്റ്റിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അല്ലാതെ തന്നെ നമുക്ക് കിട്ടേണ്ടതാണ് എന്നുള്ളതാണ്. ഇനി
അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ ഫാദർ എന്ന് കൺസിഡർ ചെയ്തിട്ടില്ല ആര് ജസ്റ്റിസ് PN ഭഗവതിയാണ്. അതുമൊക്കെ നമ്മുടെ ഒരു ബേസിക് ലീഗൽ നോളജ് അല്ലെങ്കിൽ ഒരു ലീഗൽ GK എന്നൊക്കെ പറയുന്ന ഏരിയാസിൽ നിന്ന് വരുന്നതാണ്. ഇതൊന്നും നമുക്ക് ബെയർ ആക്ടിൽ നിന്ന് കിട്ടില്ല. ഇത് കയ്യിലുള്ളവന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഇത് കറക്കിക്കുത്തൽ ആണ് നടക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ട. നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പോകുക. ഓക്കെ, ഇപ്പൊ ജസ്റ്റിസ് PN ഭഗവതിയാണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും ഉള്ള ഓരോ വിശേഷണങ്ങൾ എന്താണ്? ഇങ്ങനെ ഓപ്ഷൻസ് വരുമ്പം ജസ്റ്റിസ് SR ദാസ് ആരാണ്, എന്താണ് പ്രത്യേകത? കൃഷ്ണയ്യർ, ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ പ്രത്യേകതകൾ എന്താണ്? ജസ്റ്റിസ് HR ഖന്ന ഇപ്പം റെലവെന്റ് ആയിട്ട് വരുന്നതല്ലേ നമ്മുടെ ചീഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട്. ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്നറിയാലോ, അത് ഓർത്തിരുന്നോണം. ഓക്കെ, അപ്പൊ സഞ്ജീവ് ഖന്നയുമായി എങ്ങനെ റിലേഷൻ വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ചർച്ചകളൊക്കെ വന്നതാണ്. അപ്പൊ അത് ഏത് കേസിൽ വിധി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ചീഫ് ജസ്റ്റിസ്ഷിപ്പ് കിട്ടാതെ പോയത് എന്നൊക്കെ ഉള്ളതൊക്കെ ഉള്ള രീതിയിലൊക്കെ അറിഞ്ഞിരിക്കുക. ജസ്റ്റിസ് HR ഖന്നയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കാം. ഇനി അടുത്തത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് സി. അതിൽ ഈ അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ് ആസ് എവിഡൻസ് എന്നതിനെ കുറിച്ച് സുപ്രീം കോർട്ട് ക്ലാരിഫൈ 18 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് വളരെ റെലവെന്റ് ആയിട്ടുള്ള നമ്മൾ ഇപ്പോ എന്താണ് ഈ ഇലക്ട്രോണിക് എവിഡൻസിന്റെ അഡ്മിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി കേസുകളുണ്ട്. അപ്പൊ അതിൽ ഒരു റെലവെന്റ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഈ അൻവർ PV വേഴ്സസ് PK ബഷീർ ആണ് ഇതിന്റെ ഉത്തരം. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് എന്നുള്ളതാണ്. അൻവർ PV വേഴ്സസ് PK ബഷീർ ആണ് ഇതുമായിട്ട്. അപ്പൊ ഇത് മാത്രം നിങ്ങളിപ്പോ ഈ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അൻവർ PV വേഴ്സസ് PK ബഷീർ ഇത് മാത്രമാണ് അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ് ആസ് എവിഡൻസ് എന്നുള്ളതുമായി സുപ്രീം കോടതി ക്ലാരിഫിക്കേഷൻ നടത്തിയെന്ന് വിചാരിക്കരുത്. ഇഷ്ടംപോലെ കേസുകളുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഭാരതീയ സാക്ഷ്യ അധിനിയം അല്ലെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഏറ്റവും റെലവെന്റ് പൊസിഷൻസ് വെച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഓഫീസിൽ വാങ്ങിച്ചു വെക്കേണ്ട ഒരു പുസ്തകമാണ് ഈ നിസാം അസീസ് സേർട്ട് സാറിന്റെ ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 and Indian Evidence Act, Repealing Indian Evidence Act of 1870. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്ത്, അതായത് ഇപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ കുറിച്ച് എന്തറിയണമെങ്കിലും ഈ ബുക്ക് റെഫർ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പൊ അത് സീനിയേഴ്സിനോടൊക്കെ പറഞ്ഞ് ഈ ബുക്ക് വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞത്. കാരണം ഇതിലിപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ് ആസ് എവിഡൻസ് എന്നുള്ളത് സുപ്രീം കോർട്ട് ക്ലാരിഫൈ ചെയ്തത് ഏതാണ്? അൻവർ PV വേഴ്സസ് PK ബഷീർ ആണ്. അത് മാത്രമല്ല കേസുകൾ. അപ്പൊ ഈ ബുക്കിലെ കണ്ടന്റ് പോർഷൻ മാത്രമാണ് ഞാൻ എടുത്ത് കാണിച്ചിരിക്കുന്നത്. നോക്കൂ, അതിൽ ഈ അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്ന ഏരിയയിൽ തന്നെ കണ്ടോ, നവജോത് സന്ധു മുതൽ അർജുൻ പണ്ഡിറ്റ് റാവു വരെയുള്ള കേസുകളെ കുറിച്ചുള്ള ഓരോ ഫാക്ട്സും എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കേസുകളെല്ലാം അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. കണ്ടോ, ഈ ABCDE ഇതെല്ലാം അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആണ്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കാം, ഇതിൽ ഏത് കേസാണ് എന്താണ് അർജുൻ പണ്ഡിറ്റ് റാവുല് അപ്ഹെൽഡ് ചെയ്ത അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടുള്ളത് ഏത് കേസിന്റെ ഡിസിഷൻ ആണ്? അൻവർ PV കേസ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വരാം. ഇനി അർജുൻ പണ്ഡിറ്റ് റാവു ഓവർ റൂൾ ചെയ്ത കേസ് ഏതാണ്? ഷാഫി മുഹമ്മദ് കേസ് ആണെന്നുള്ളത്. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ ഇതിൽ നിന്നുമൊക്കെ നമുക്ക് കുറെ കേസുകൾ, അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയം ഇന്ത്യൻ എവിഡൻസ് ആക്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബുക്കാണ് ഇതെന്നുള്ളത്. ഓക്കെ, ഞാൻ ഇത് റെഫർ ചെയ്യാണ് ആക്ച്വലി. ഇനി അടുത്തത് കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടോട്ടിലൊക്കെ വരുന്ന മാക്സിംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്ലൗസെസ്റ്റർ ഗ്രാമർ കേസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഡാംനം സൈൻ ഇഞ്ചൂറിയ എന്ന് പറയും ആ കേസ്. പിന്നെ ഇഞ്ചൂറിയ സൈൻ ഡാംനത്തിൽ നിന്ന് വരുന്ന ഇപ്പൊ ഇതിന്റെ ആൻസർ ഡാംനം സൈൻ ഇഞ്ചൂറി ആണ്. ബേസിക് ആയിട്ടുള്ള കേസുകൾ. പിന്നെ ആബ്സല്യൂട്ട് ലയബിലിറ്റി കേസ് വന്നത് MC മെത്ത, സ്ട്രിക്ട് ലയബിലിറ്റി കേസ് വന്നത് റയലൻ വേഴ്സസ് ഫ്ലെച്ചർ, പിന്നെ ഏതാണ് നമ്മുടെ നെഗ്ലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ, അങ്ങനെയുള്ള കേസുകളൊക്കെ വളരെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഒക്കെ ആണ് ടോട്ട് എന്നുള്ള ഏരിയയിൽ ഡിസിഷൻസ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നത്. പിന്നെ ഇതൊരു ലക്കാണ്, അതായത് കോഡ്സ് ഓർ ഡെഫിനിഷൻസ് എന്നുള്ളത്. നമുക്കിത് ആര് പറഞ്ഞതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. മിക്കവർക്കും അറിയാൻ സാധ്യത കുറവാണ്. പിന്നെ LLM-നൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡെഫിനിഷൻസും കോഡ്സും ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഇത് നമ്മള്
ഞാൻ ഈ ഒരു വൈകിയ വേളയിൽ ഇതെല്ലാം കുത്തിയിരുന്ന് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. എങ്കിൽ പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറെയൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇതിൽ ടോർട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആരാണ് എന്നുള്ളതാണ്. ടോർഷ്യസ് ലയബിലിറ്റി arises from breach of duty primarily fixed by the law. This duty is towards person generally and its breach is redressable by an action for unliquidated damages എന്ന് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് വിൻഫീൽഡ് ആണ്. അപ്പൊ അത് സാൽമണ്ടിനെ കുറിച്ച് അറിയണം, പൊള്ളോക്ക് എന്ത് പറഞ്ഞിരിക്കണം. അപ്പം അത് ഞാൻ നിങ്ങളോട് നിർബന്ധം പറയില്ല ഈ ഒരു ഏരിയ പഠിച്ചു വെക്കണം. കാരണം നമുക്കിപ്പം 100 മാർക്ക് വാങ്ങിക്കണമെന്ന് ഞാൻ പറയില്ല. നമുക്ക് പാസ് ആവണം, മാക്സിമം ഒരു 60 എങ്കിലും കിട്ടണം എന്നുള്ളതേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇത് വെച്ചിട്ട് നിങ്ങളെ ഒരിടത്തും എന്താണ് ഇത് ചെയ്യാൻ പോണില്ലല്ലോ. അപ്പൊ ഈ മാർക്ക് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ പാസ് ആവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പഠിച്ചിരുന്ന് അറിയാമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഗുഡ്, നല്ലതാണ്. നമുക്ക് പാസ്സാകാൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്ത് തന്നിരിക്കും. അതല്ലെങ്കിൽ ഞാൻ നിർബന്ധം പറയില്ല, ഇങ്ങനെ കോഡ്സും ഡെഫിനിഷൻസും വരും. അപ്പൊ അത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. പിന്നെ ഹൂ ഡിഫൈൻഡ് അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഈ കോഡ്സ് ഡെഫിനിഷൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ടോർട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഒക്കെയാണ്. ജൂറിസ്പ്രുഡൻസ് ഒന്നും ഇല്ല നിങ്ങൾക്ക്. അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലും ടോർട്ടിന്നുമാണ് കൂടുതലും ഇങ്ങനത്തെ ഒരു ഡെഫിനിഷൻ ഏരിയാസ് ഒക്കെ വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലോനെ ദ ലോ റിലേറ്റിംഗ് ടു ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റൽ പവർ എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയ്ഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതും ഞാൻ അങ്ങനെ നിർബന്ധം പറയില്ല, കുത്തിയിരുന്ന് പഠിക്കണമെന്നൊന്നും നിർബന്ധം പറയില്ല. എങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഈ എയ്ബിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പാറ്റേൺസും കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ മെയിൻ സബ്ജക്ട്സ് ഉണ്ടല്ലോ നമ്മുടെ, അതായത് കൂടുതൽ മാർക്ക് കിട്ടാൻ, അതായത് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള, IPC പോലുള്ള, അതായത് ഭാരതീയ ന്യായ സംഹിത പോലുള്ള ഏരിയാസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം അതിൽ തന്നെ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഈ 5 വർഷത്തിൽ സ്ഥിരമായി ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 4 വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് പരീക്ഷയെ ഒന്ന് പരിചയപ്പെടണം എന്നുള്ളതാണ്. ഇനി ഒരു സ്റ്റഡി മോഡിലോട്ട് പോണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെ രീതിയിലാണ് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ എടുക്കുന്നുള്ളൂ, അത് വെച്ചിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. താങ്ക് യു സോ മച്ച്.